ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையேற்றோடும் மாற்றுவன നാലാം തന്ത്രത്തിലെ സാംഭവി മണ്ഡല ചക്രത്തിലെ അടുത്ത ഏതാനും പാടലുകളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സാംഭവി മുദ്രയെ പറ്റി കണ്ടു. ഇന്ന് സാംഭവി മന്ത്രം എന്താണെന്ന് തിരുമൂലദേവൻ നമുക്ക് ഉപദേശിച്ച് തരുന്നു. അപ്പോൾ സാംഭവി മന്ത്രത്തിലൂടെ തന്നെ സാംഭവി മണ്ഡല ചക്രം നമ്മുടെ ശിരസിൽ നിറഞ്ഞ് തിളങ്ങുന്നതാണ് എന്ന് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നു. നമുക്കത് നോക്കാം. നോക്കൂ, എങ്ങനെയാണ് സാംഭവി മന്ത്രം രൂപപ്പെട്ടത് എന്ന് നോക്കാം. ഇതാ നോക്കൂ, 6 20 4 5 തമിഴെഴുത്തും കേൾ വ്യഞ്ജനാക്ഷരങ്ങൾ രൂപമുണ്ടായി വയ്ക്കാനും ഇവയിൽ ശിവായ നമ പഞ്ചാക്ഷരങ്ങളെ താൻ ഉരുവിട്ടിരിക്കലോ പിൻകുറോട്ടുമില്ല ചൊല്ലാം. അപ്പോൾ ശിവായ നമ എന്നുള്ളതാണ് തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്ന സാംഭവി മണ്ഡല മന്ത്രം. അപ്പോൾ സാംഭവി മണ്ഡല മന്ത്രം എന്ന് പറയുന്നത് ശിവായ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ്. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. നമശിവായ എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ ശിവായ നമ എന്ന് പറയുന്നു. അതായത് സ്ഥൂലത്തിൽ നിന്ന് നമശിവായ എന്ന സ്ഥൂലത്തിൽ നിന്ന് ശിവായ നമ എന്ന സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ ആ എന്താ പറയുക, സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ ഒരു തലത്തിലേക്ക് നമ്മെ അത് കൊണ്ടെത്തിക്കുന്നു. അതായത് ശിവായ നമ എന്നുള്ളതാണ് സാംഭവി മണ്ഡല മന്ത്രം. തുരീയാതീതമായ ഒരു തലത്തിലെത്തുമ്പോൾ നമശിവായ എന്ന പഞ്ചാക്ഷരം ശിവായ നമ എന്ന് ആയി മാറുന്നു. അങ്ങനെ തുര്യാതീതമായ ഒരു തലത്തെ സാംഭവി മണ്ഡലത്തെ വികസിപ്പിക്കുന്നതാണ് ശിവായ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ തുര്യാതീതമായ ഒരു തലത്തിലേക്ക് ഈ പഞ്ചാക്ഷരങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നു. നോക്കൂ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കൂ. 6 20 പിന്നെ 4 5 അങ്ങനെയുള്ള അക്ഷരങ്ങൾ ചേർന്ന 6 അക്ഷരങ്ങളും പിന്നെ 24 അക്ഷരങ്ങളും പിന്നെ 5 അക്ഷരങ്ങളും ചേർന്ന 35 അക്ഷരങ്ങൾ. അതായത് കകാരം മുതൽ ക്ഷകാരം വരെയുള്ള 35 വ്യഞ്ജനാക്ഷര തത്വങ്ങളടങ്ങിയ സ്ഥൂല ജീവനിൽ നിന്ന് ശിവായ നമ എന്ന സൂക്ഷ്മതരമായ പഞ്ചാക്ഷര മന്ത്രം സൂക്ഷ്മാത്മാവായി വികസിക്കുന്നു. ഇത് സഹസ്രതലത്തിലുള്ള ശാംഭവി ശക്തി യാചിക്കുമ്പോൾ ശിവായ നമ എന്ന പഞ്ചാക്ഷരമായി തീരുന്നു. ശാംഭവി മന്ത്രം എന്താണെന്ന് മനസ്സിലാക്കി അത് ജപിക്കുമ്പോൾ നാം സത്യത്തിൽ മോക്ഷാത്മാവായി മാറുന്നു. ഇതാണ് ഈ വരികളുടെ അർത്ഥം. അപ്പോൾ 6 24 5 ചേർന്ന 35 വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ സ്വരാക്ഷരങ്ങളിൽ നിന്നുമാണ് ശിവായ നമ എന്ന ആ പഞ്ചാക്ഷരി മന്ത്രം ഉരുവം കൊണ്ടത്. ആ പഞ്ചാക്ഷരി മന്ത്രം എന്ത് സംഭവിക്കുന്നു? 35 സ്ഥൂല സൂക്ഷ്മ തത്വങ്ങളെയും അധിഗമിച്ചിട്ട്
സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ ഒരു തലത്തിലേക്ക് നമ്മെ സാംഭവി മണ്ഡല ചക്രത്തിൽ കൊണ്ട് എത്തിക്കുന്നു എന്നാണ് തിരുമൂലത്തെ ദേവൻ പറയുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നാം കാണുന്നത് തുരീയാതീതമായ ഒരു തലത്തിലേക്ക് ഈ ശിവായ നമ എന്ന മന്ത്രസാധനയിലൂടെ സാധകൻ എത്തിച്ചേരുന്നു. സഹസ്രാര പത്മത്തിൽ ശിവശക്തി മേളനത്തിന് നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു മന്ത്രമാണ് ശിവായ നമ. ഇനി അടുത്ത മന്ത്രം നോക്കൂ. മന്ത്രം ഇതോതിയിടുന്ന ഒരു ഈശ്വരനോട് ചേരും, വേദങ്ങളിൽ ഈ സത്യത്തെ ചൊല്ലുന്നതുണ്ട് പണ്ടേ, വേദാഗമങ്ങളും പഞ്ചാക്ഷരത്തിങ്കലുണ്ടായി, പഞ്ചാക്ഷരം ജപിച്ചോർ വീണ്ടും ജനിച്ചിടേണ്ട. ഈ പഞ്ചാക്ഷര ജപസാധന കൊണ്ട് എന്താണ് സംഭവിക്കുക? മന്ത്രം ഇതോതിയിടുന്നൊരു ഈശ്വരനോട് ചേരും. ഈ മന്ത്രം ശിവായ നമ എന്ന ആ പഞ്ചാക്ഷരി മന്ത്രസാധന ചെയ്യുന്ന ഒരു സാധകൻ ഈശ്വരനോട് ചേരും, ശിവനോട് ചേരും, ശിവശക്തിയോട് ചേരും. ഇത് തന്നെയാണ് വേദങ്ങൾ ഈ സത്യത്തെ ചൊല്ലുന്നുണ്ട് പണ്ടേ. വേദങ്ങൾ മുഴുവനും ഈ ശിവായ നമ എന്ന തത്വത്തെ വിശകലനം ചെയ്യുന്നതാണ്. എല്ലാ വേദങ്ങളിലും എല്ലാ ആഗമങ്ങളിലും നാം കാണുന്ന തത്വം ശിവായ നമ എന്നതാണ്. വേദാഗമങ്ങളും പഞ്ചാക്ഷരത്തിങ്കലുണ്ടായി. ഈ പഞ്ചാക്ഷരത്തിൽ നിന്നാണ്, അതായത് ശിവായ നമ എന്ന പഞ്ചാക്ഷരത്തിൽ നിന്നാണ് വേദങ്ങളും ആഗമങ്ങളും ഉണ്ടായത്. അതായത് തമിഴിലെ 51 അക്ഷരങ്ങൾ, ആ 51 അക്ഷരങ്ങളിൽ നിന്നാണ് ഈ പഞ്ചാക്ഷരം ഉരുവം കൊണ്ടത്. പിന്നെ പറയുന്നുണ്ട്, പഞ്ചാക്ഷരം ജപിച്ചോർ വീണ്ടും ജനിച്ചിടേണ്ട. പഞ്ചാക്ഷരം തന്നെ മുക്തി സാധനമാണ്. പഞ്ചാക്ഷരം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജന്മങ്ങളുണ്ടാകുന്നില്ല, അയാൾ മോക്ഷപ്രാപ്തി നേടുന്നു. ഇനി അടുത്ത ഭാഗം. കാണുന്ന ലോകവും താൻ കൽപ്പിച്ച ദൈവവും മേൽ പേണുന്ന പതിയും തീർത്ഥങ്ങളും വിശേഷാൽ ഊണോടുണർവ് നല്ല നിദ്രയും നേടിവച്ച് കാണുന്ന കനകവും കേളൊന്നേതൻ ശക്തിയതത്രേ. ഈ പഞ്ചാക്ഷരി മന്ത്രം ശിവായ നമ എന്നത് ഈ ലോകത്തെ നമുക്ക് തരുന്നു, ദൈവത്തെ നമുക്ക് തരുന്നു, പതിയെ നമുക്ക് തരുന്നു. അതായത് ശിവനാകുന്ന പതിയെ നമുക്ക് തരുന്നു. തീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിച്ച അനുഭവം ഉണ്ടാകുന്നു, ഉണർവ് നൽകുന്നു, നിദ്ര നൽകുന്നു, പിന്നെ കനകവും സമ്പത്തും തരുന്നു. അപ്പോൾ ഭൗതികവും ആത്മീയവുമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും മോക്ഷദായകമായ ഈ പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് തരുന്നു. ഈ പഞ്ചാക്ഷരി മന്ത്ര ജപസാധനയിലൂടെ തന്നെ ഒരു സാധകന് ഇനി ഒരു ജന്മമില്ലാത്ത വണ്ണം നിത്യമുക്ത ബോധസ്വരൂപനായി പരിലസിക്കാൻ കഴിയും. ഇതാ നോക്കൂ അടുത്ത ഭാഗം. 5 എഴുത്തിനും കേന്ദ്രം നാദമാണെന്നതിൻ മാർഗം ഉച്ചിദൂരത്തിൽ കൂടി ചെല്ലുകൾ ചൊല്ലാം നമ്മൾ. ചിന്തിച്ച് കർമ്മമെല്ലാം മാറും നിവൃത്തമാകും, ശത്രുക്കളെല്ലാം മാറിയാർക്കും തൻ ബന്ധുവാകും. 5 എഴുത്തിനും കേന്ദ്രം നാദമാണ്, നാദോപാസന. അപ്പോൾ ഈ 5 എഴുത്തിലൂടെ നാം ചെയ്യുന്നത് നാദോപാസനയാണ്. നാദമാർഗത്തിലൂടെ, നാദോപാസനയിലൂടെ ഉച്ചിദൂരത്തിൽ ചെല്ലാൻ കഴിയും നമുക്ക്. അതായത് സഹസ്രാര പത്മത്തിലെ ആ ബ്രഹ്മരന്ധ്രവാതിൽ തുറന്ന് നമുക്ക് സാക്ഷാൽ ശിവശക്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ചിന്തിച്ച കർമ്മമെല്ലാം മാറും, എല്ലാ കർമ്മവിനകളും അറ്റുപോകും. പിന്നെ നിവൃത്തി മാർഗത്തിലേക്ക് എത്തിച്ചേരും. അതായത് പ്രവൃത്തിയിൽ നിന്ന് മർത്യാത്മാവിനെ നിവൃത്തി മാർഗത്തിലേക്ക് നയിക്കുന്നത് ശിവായ നമ എന്ന പഞ്ചാക്ഷരാമൃതമാണ്. ആരും ഓതിയിടാ 5 എഴുത്തിനെ, സാധാരണ ആരും ഈ 5 എഴുത്തിനെ ഓതാറില്ല. അഞ്ചിതും പിന്നാരും അറിയാത്തൊരാനന്ദരൂപമാകും. ഈ ആനന്ദ സ്വരൂപനായ
ആ ശിവാക്ഷരിയെ ആരും അറിയുന്നില്ല. ഓതുകിൽ ഇത് തന്നെ മണ്ണും വിണ്ണ ഇരവും പകലും ജീവനും ജഡവും ജീവബോധവും അഞ്ചെഴുത്ത്. ഈ അഞ്ചെഴുത്തിൽ സർവ്വലോകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണും വിണ്ണും പകലും രാത്രിയും ജീവനും ജീവബോധവും എല്ലാം തന്നെ ഈ പഞ്ചെഴുത്തിലടങ്ങിയിരിക്കുന്നു. അതായത് ആത്മീയവും അതേപോലെ തന്നെ ഭൗതികവുമായ എല്ലാ നേട്ടങ്ങളും നേടിത്തരുന്ന പഞ്ചെഴുത്താണ്, അഞ്ചെഴുത്താണ് ശിവായ നമ എന്നുള്ളത്. അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു സാംഭവി മണ്ഡല മന്ത്രമാണ് ശിവായ നമ. ഇത് അറിയണമെങ്കിൽ നമുക്ക് തിരുവാചകം, മാണിക്യവാചകരുടെ തിരുവാചകം എന്ന കൃതി പരിശോധിച്ചാൽ അറിയാൻ പറ്റും. തിരുവാചകത്തിൽ ശിവായ നമയിലൂടെ മാണിക്യവാചകർ ഈ മഹോന്നതമായ തിരുവരുൾ വിലാസത്തിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. നോക്കാതെ തില്ലയിലാടും തിരുവടി ജീവന്മാരെല്ലാരോടും ചേർന്നിണങ്ങി നിൽക്കും. എണ്ണരുതാത്ത വിഭൂതികൾ മണ്ണിനും വിണ്ണിനും നൽകി അഴിച്ചു നിൽക്കും. എന്നുള്ളിൽ ആനന്ദം പൊങ്ങിത്തുമ്പിടും വണ്ണമെന്നും ജ്ഞാനം നിറഞ്ഞൊഴുകും. തന്നിലേ സർവകലകൾ ഉദിച്ചതും തന്നിലണഞ്ഞതും കാട്ടിത്തന്നത് പാണികൾ രണ്ടും ഉയർത്തിപ്പിടിച്ചവൻ കാരുണ്യം വർഷം പൊഴിച്ച് നിൽപ്പൂ ശിവായ നമ. അപ്പോൾ ഈ ശിവായ നമയിൽ എല്ലാം അടങ്ങുന്നു. അതായത് ശിവായ നമ എന്ന ആ സാംഭവി മണ്ഡല മന്ത്ര സാധനയിലൂടെ ഒരു സാധകന് ശിവശക്തി ഐക്യം നേടാൻ കഴിയുന്നു. അതോടെ അയാൾ എല്ലാ ജന്മങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടുന്നു. കർമ്മങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് സാധകൻ എത്തിച്ചേരുന്ന അവസ്ഥ നാം ഇവിടെ കാണുന്നു. ഇതാണ് സാംഭവി മണ്ഡല ചക്രത്തിലൂടെ തിരുമൂലദേവൻ നമ്മുടെ മുമ്പിൽ വിശദമാക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് അടുത്ത ദിവസം കിടക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.